everyone, welcome to Shrudi's Pharma World. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് റഷ്യൻ നിർമ്മിതമായ സ്പുട്നിക് വി എന്ന വാക്സിനെ കുറിച്ചാണ്. വേൾഡിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ ഹ്യൂമൻ വൈറൽ വെക്ടർ ബേസ്ഡ് വാക്സിൻ ആണ് സ്പുട്നിക് വി. റഷ്യയിലെ ഗമേലിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡമോളജി ആൻഡ് മൈക്രോബയോളജി സെന്റർ ഡെവലപ്പ് ചെയ്ത ഈ വാക്സിൻ 2020 റഷ്യൻ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഗാം കോവിഡ് വാക് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യുന്നത്. തുടക്കത്തിൽ റഷ്യയിൽ മാത്രം അപ്രൂവ് ചെയ്തിരുന്ന സ്പുട്നിക് വി എന്ന ഈ വാക്സിൻ ഏപ്രിൽ 2021 കൂടെ മറ്റനേകം രാജ്യങ്ങളിലോട്ടും കൂടെ എത്താൻ തുടങ്ങി. ഏകദേശം 59ഓളം രാജ്യങ്ങളാണ് സ്പുട്നിക് വി വാക്സിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനായുള്ള അപ്രൂവൽ വാങ്ങിയിട്ടുള്ളത്. ഗാം കോവിഡ് വാക്സിന്റെ ബ്രാൻഡ് നെയിമാണ് സ്പുട്നിക് വി. ഓഗസ്റ്റ് 2020 റഷ്യയിൽ ഈ വാക്സിൻ അപ്രൂവ് ചെയ്തതിനെതിരെ ധാരാളം വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, അന്ന് ഈ വാക്സിൻ അപ്രൂവ് ചെയ്ത സമയത്ത് ഈ വാക്സിന്റെ ക്ലിനിക്കൽ ട്രയൽ നടത്തിയ ഡാറ്റാസ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. സെപ്റ്റംബർ 2020 സ്പുട്നിക് വി വാക്സിന്റെ പ്രിലിമിനറി ക്ലിനിക്കൽ ട്രയൽ ഫേസ് 1, ഫേസ് 2 ഡാറ്റ പബ്ലിഷ് ചെയ്തത്. സോ അതിനു മുൻപേ തന്നെ റഷ്യയിൽ ഈ വാക്സിനുള്ള അപ്രൂവൽ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്ന ഒരു വാക്സിൻ കൂടെയാണ് ഇത്. സ്പുട്നിക് വി വാക്സിൻ ഇസ് എ വൈറൽ 2 വെക്ടർ വാക്സിൻ. ഇവിടെ ഹ്യൂമൻ അഡിനോ വൈറസ്, 2 ടൈപ്പ് ഹ്യൂമൻ അഡിനോ വൈറസ് ആണ് വെക്ടറായി യൂസ് ചെയ്യുന്നത്. റീകോംബിനന്റ് അഡിനോ വൈറസ് ടൈപ്പ് 26 and 5 ഇതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന 2 ടൈപ്പ് അഡിനോ വൈറസ് വെക്ടേഴ്സ്. ആദ്യത്തെ ഡോസായി നൽകുന്നത് റീകോംബിനന്റ് അഡിനോ വൈറസ് ടൈപ്പ് 26 ബേസ്ഡ് വാക്സിൻ ആണ്. രണ്ടാമത്തെ ഡോസായാണ് റീകോംബിനന്റ് അഡിനോ വൈറസ് ടൈപ്പ് 5 ബേസ്ഡ് വാക്സിൻ നൽകുന്നത്. ഈ രണ്ടാമത്തെ ഡോസായി ഈ റീകോംബിനന്റ് അഡിനോ വൈറസ് ടൈപ്പ് 5 ബേസ്ഡ് വാക്സിൻ നൽകുന്നതിലൂടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കോവിഷീൽഡ് വാക്സിന്റെ കേസിൽ സെയിം അഡിനോ വൈറസ് വെക്ടർ ആണ് യൂസ് ചെയ്തത്. അതേസമയം സ്പുട്നിക് വി വാക്സിനിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ 2 ഡിഫറെന്റ് അഡിനോ വൈറൽ വെക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഡിഫറെന്റ് അഡിനോ വൈറൽ വെക്ടേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നു, അതുപോലെ വളരെയധികം സേഫ് ആണ്, ലോങ് ലാസ്റ്റിംഗ് എഫക്റ്റ് ലഭിക്കുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. സ്പുട്നിക് വി വാക്സിന്റെ പ്രിപ്പറേഷന് യൂസ് ചെയ്യുന്നത് അഡിനോ വൈറൽ വെക്ടർ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ ചെയ്യുന്നത് റീകോംബിനന്റ് ടെക്നോളജി വഴി അഡിനോ വൈറസിനെ മോഡിഫൈ ചെയ്താണ് വാക്സിൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ കോവിഡിന് റീസൺ ആയിട്ടുള്ള ആ വൈറസ് ഏതായിരുന്നു? SARS-CoV-2 വൈറസ് ആണല്ലോ. ഈ SARS-CoV-2 വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയലിന്റെ ഒരു ഫ്രാക്ഷൻ എടുത്ത് റീകോംബിനന്റ് ടെക്നോളജി വഴി അത് അഡിനോ വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയലിൽ ഇൻസേർട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് വാക്സിൻ പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ ആണോ? SARS-CoV-2 വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയലിന്റെ ഒരു ഫ്രാക്ഷൻ എടുത്ത് റീകോംബിനന്റ് ടെക്നോളജി വഴി അത് അഡിനോ വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയലിൽ ഇൻസേർട്ട് ചെയ്യുന്നു. അങ്ങനെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത അഡിനോ വൈറസ് ആണ് നമ്മളിവിടെ വെക്ടറായി യൂസ് ചെയ്യുന്നത്. ഇതാണ് സ്പുട്നിക് വി വാക്സിന്റെ പ്രിപ്പറേഷൻ ആയി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരു കാര്യം മറക്കരുത്, വീക്കൻ ചെയ്തിട്ടുള്ള അഡിനോ വൈറസിലോട്ടാണ് റീകോംബിനന്റ് DNA ടെക്നോളജി വഴി SARS-CoV-2 വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ ഇൻസേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അഡിനോ വൈറസ് കാരണം മനുഷ്യരിൽ വളരെ വലിയ രീതിയിലുള്ള പനിയോ ഹെഡേക്കോ അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടാവുന്നില്ല. ഇനി ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത ഈ ഒരു വാക്സിൻ മനുഷ്യരിലോട്ട് എത്തുന്ന സമയത്ത് അഡിനോ വൈറസിനകത്തുള്ള SARS-CoV-2 വൈറസിന്റെ ആ ജനറ്റിക് ഫ്രാക്ഷൻ സ്പൈക്ക് പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ SARS-CoV-2 സ്പൈക്ക് പ്രോട്ടീൻസിനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം SARS-CoV-2 വൈറസ് ആയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം SARS-CoV-2 വൈറസ് ഐഡന്റിഫൈ ചെയ്താൽ പിന്നീട് എന്താണ് സംഭവിക്കുക? അവിടെ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ SARS-CoV-2 വൈറസിനെ കിൽ ചെയ്യുന്നതിന് ആവശ്യമായ ആന്റിബോഡീസ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ആ വൈറസിനെ അത് കിൽ ചെയ്യും.
ഇങ്ങനെയാണ് സ്പുട്നിക് വി വാക്സിൻ പ്രവർത്തിക്കുന്നത്. കോവിഷീൽഡ് വാക്സിൻ പോലെ തന്നെ സ്പുട്നിക് വി വാക്സിനും 2 ഡോസായാണ് കൊടുക്കുന്നത്. കോവിഷീൽഡ് വാക്സിന്റെ കേസിൽ സെയിം അഡിനോ വൈറൽ വെക്ടർ ആണ് 2 ഡോസിലും ഉപയോഗിച്ചിരുന്നത്. അതേസമയം സ്പുട്നിക് വി വാക്സിന്റെ കേസിൽ വരുമ്പോൾ 2 ഡിഫറെന്റ് വാക്സിൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു സ്പുട്നിക് വി വാക്സിൻ ആണ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ളത്. 91%ഓളമാണ് സ്പുട്നിക് വി വാക്സിന്റെ എഫിക്കസി വരുന്നത്. അത് എന്തുകൊണ്ടായിരിക്കാം? അതായത് കോവിഷീൽഡ് വാക്സിൻ ആദ്യത്തെ ഡോസ് എടുക്കുന്ന സമയത്ത് SARS-CoV-2 വൈറസിനെതിരെയുള്ള ആന്റിബോഡി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ അഡിനോ വൈറസിന് എഗെയിൻസ്റ്റ് ഉള്ള ആന്റിബോഡി കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം SARS-CoV-2 വൈറസിനെ മാത്രമല്ല അഡിനോ വൈറസിനെ കൂടെ റെക്കഗ്നൈസ് ചെയ്യുകയും അഡിനോ വൈറസിന് എഗെയിൻസ്റ്റ് ഉള്ള ആന്റിബോഡിയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഡോസ് കോവിഷീൽഡ് വാക്സിൻ നമ്മൾ എടുക്കുന്ന സമയത്ത് ആദ്യം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആന്റിബോഡീസ് അഡിനോ വൈറസിന് എഗെയിൻസ്റ്റ് ആദ്യം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ ആന്റിബോഡീസ് വരികയും അത് ഈ അഡിനോ വൈറസിനെ രണ്ടാമത് നമ്മൾ വാക്സിൻ എടുക്കുമ്പോഴുള്ള ആ അഡിനോ വൈറസിനെ കില്ല് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ അഡിനോ വൈറസിനെ കില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സ്പൈക്ക് പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാതെ വരുന്നു. അതുകൊണ്ടാണ് കോവിഷീൽഡിന്റെ കേസിൽ ആ എഫിക്കസി ഇച്ചിരി കുറഞ്ഞിരിക്കുന്നത്. എന്തിനെ കമ്പയർ ചെയ്യുമ്പോൾ? സ്പുട്നിക് വി വാക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ. സ്പുട്നിക് വി വാക്സിന്റെ കേസിൽ നമ്മൾ 2 ഡിഫറെന്റ് അഡിനോ വൈറൽ വെക്ടേഴ്സ് ആണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ സ്പുട്നിക് വി വാക്സിൻ ആണ് കോവിഷീൽഡിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ളത്. വളരെ ബുദ്ധിപരമായ ഒരു തീരുമാനമായിരുന്നു ഇത്. ഇങ്ങനെ 2 ടൈപ്പ് വൈറൽ വെക്ടർ യൂസ് ചെയ്ത് വാക്സിൻ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത്. ദ ലാൻസെറ്റ് അതൊരു സയന്റിഫിക് മെഡിക്കൽ ജേർണൽ ആണ്. ഈ ഒരു ജേർണലിൽ പബ്ലിഷ് ചെയ്തതനുസരിച്ച് സ്പുട്നിക് വി വാക്സിന്റെ എഫിക്കസി 91% ആണ്. നമ്മുടെ ഇന്ത്യയിലെ ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റിയായ DCGI സ്പുട്നിക് വി വാക്സിന്റെ എമർജൻസി യൂസ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഹൈദരാബാദ് ബേസ്ഡ് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറി ലോക്കലി ഈ സ്പുട്നിക് വി വാക്സിൻ ഇന്ത്യയിൽ അവൈലബിൾ ആക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ജൂലൈയോട് കൂടി തന്നെ 2021 ജൂലൈയോട് കൂടി തന്നെ ലോക്കലി ഈ ഒരു വാക്സിൻ അവൈലബിൾ ആക്കാൻ അവർക്ക് കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ സ്പുട്നിക് വി വാക്സിന് ഏകദേശം $10 വില വരുന്നത്. അത് ഏകദേശം ഒരു 700 to 900 ആ ഒരു റേഞ്ചിലായിരിക്കും സ്പുട്നിക് വി വാക്സിൻ ഇന്ത്യയിൽ അവൈലബിൾ ആവുന്ന റേറ്റ് എന്ന് പറയുന്നത്. അതേസമയം ലോക്കലി ഈ ഒരു വാക്സിൻ അവൈലബിൾ ആയാൽ വീണ്ടും അതിന്റെ വില കുറയാനുള്ള സാധ്യതയുണ്ട്. മറ്റു വാക്സിൻസുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്പുട്നിക് വി വാക്സിന് സൈഡ് എഫക്ട്സ് കുറവാണ്. അതുപോലെ വളരെയധികം സേഫും എഫിക്കസി പ്രൊവൈഡ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു വാക്സിൻ ആണ് സ്പുട്നിക് വി വാക്സിൻ. സ്പുട്നിക് വി എന്ന റഷ്യൻ നിർമ്മിതമായ ഈ ഒരു വാക്സിൻ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ലോക്കലി അതിന്റെ പ്രൊഡക്ഷൻ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ കുറച്ചുകൂടെ അതിന്റെ അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്യും. സോ അത് നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് വലിയൊരു ആശ്വാസം തന്നെ ആയിരിക്കും. വാക്സിൻസിന്റെ ലഭ്യത കുറവുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഈ സ്പുട്നിക് വി വാക്സിൻ കൂടെ ലോക്കലി നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത് തീർച്ചയായും വളരെ വലിയൊരു ആശ്വാസം തന്നെ ആയിരിക്കും.